ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടൈം 8:48 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ആവണേക്ക് മുമ്പ് നമുക്ക് മേജർ ലെവൽസ് ഒന്ന് എങ്ങനെയാണ് മാർക്ക് ചെയ്യണത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ വീക്കിലി അനാലിസിസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ മന്ത്ലി ലെവൽസാണ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് മെയിനായിട്ടുള്ള ഹൈയും ലോയും നമുക്ക് കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാലാണ് നമുക്ക് ആ ഇക്വിലിബ്രിയം പൊസിഷനും പ്രീമിയം സോണും ഡിസ്കൗണ്ട് സോണും നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഹൈയും ലോയും തമ്മിൽ ഫിബ് വെച്ചിട്ട് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് സോണും പ്രീമിയം സോണും കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളിനി വീക്കിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മേജറായിട്ട് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ കേസ് മാർക്കറ്റ് താഴത്തേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരു ഇക്വിലിബ്രിയം ഏരിയയുടെ അടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇക്വിലിബ്രിയം ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലും മുകളിലേക്കുള്ള ലിക്വിഡിറ്റീസാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്ക് ക്വിക്കായിട്ട് നമുക്ക് അവർലി ടൈം ഫ്രെയിമിലുള്ള ലിക്വിഡിറ്റി സോണുകൾ നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇക്വിലിബ്രിയം ലെവലിൻ്റെ അടുത്തുള്ള ലിക്വിഡിറ്റീസ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതെല്ലാവരും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്, അല്ല സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ താഴത്ത് വരുന്ന സപ്പോർട്ടുകൾ സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും മുകളിൽ വരുന്ന ലെവലുകൾ ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ലെവലുകൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിലേക്കാണ് നമുക്ക് ട്രേഡ് എടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ഒരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ടാപ്പ് ചെയ്തപ്പോഴാണ് മുകളിലേക്ക് പോയത്. അപ്പോൾ നമുക്ക് ഇവിടേക്ക് നീക്കി വെക്കേണ്ടതുണ്ട്. അപ്പോൾ പുതിയ ലിക്വിഡിറ്റി ലെവൽസും നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലും ഈ ഒരു ലോ നമുക്കൊരു ലിക്വിഡിറ്റി ആയിട്ട് മാർക്ക് ചെയ്യാം. ഇൻ കേസ് മാർക്കറ്റ് വരാണെങ്കിൽ ഇവിടുന്ന് ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിന്ന് നമുക്കൊരു റിവേഴ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ബുള്ളിഷ് ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് മുകളിലേക്കുള്ള ട്രേഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയൊക്കെ ലിക്വിഡിറ്റി സോണുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കതെല്ലാവരും ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസ് ആയിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈ ഒരു ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഒരു റിവേഴ്സലിന് ചാൻസും കൂടി കിട്ടാനുള്ളതാണ്. അപ്പോൾ ഇന്ന് ഓൾറെഡി മാർക്കറ്റ് ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ ഓൾറെഡി നല്ല 1% ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പാണ് നമ്മൾ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി സോണിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്കാണ് നമ്മൾ ഇന്ന് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ളത്. കാരണം ഓൾറെഡി ഗ്യാപ്പ് അപ്പാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗ്യാപ്പ് അപ്പ് ആകുമ്പോൾ നമുക്ക് താഴത്തേക്കുള്ള ട്രേഡുകളാണ് കൂടുതൽ കിട്ടാൻ ചാൻസ്. ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തേക്കും, സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്കാണ് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നത്. അപ്പോൾ ഇവിടെയും ഒരു ലിക്വിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മേജർ ലിക്വിഡിറ്റീസായിട്ട് നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കുക. ഒരു 15 മിനിറ്റിലോ 1 അവറിലോ ഉള്ള ലിക്വിഡിറ്റി സോണുകൾ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുമ്പത്തെ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, ഗ്യാപ്പ് ഏരിയാസൊക്കെ വരുമ്പോൾ അത് ഫില്ല് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ ആ ഏരിയയിലുള്ള ലിക്വിഡിറ്റി സോൺസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സോണുകളായിരിക്കും. അപ്പോൾ നമുക്ക് ഗ്യാപ്പും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഗ്യാപ്പിൻ്റെ അടുത്തുള്ള ലിക്വിഡിറ്റീസൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ കൂടുതലും ആ ഏരിയയിൽ നിന്ന് നമുക്കൊരു ചെറിയ ഇൻട്രാഡേ റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ്ലി ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്കൊരു ഇൻ കേസ് ഒരു ചെറിയ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മേജറായിട്ട് വരുന്ന ബൈ സ്റ്റോപ്പ് ലിക്വിഡിറ്റിയും സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റീസും. ഇനി എന്തായാലും നമുക്ക് നോക്കാം മാർക്കറ്റ് എത്രയിലാണ് ഓപ്പൺ ചെയ്യണത് എന്നുള്ളത്. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ മാർക്കറ്റ് നമ്മുടെ ലിക്വിഡിറ്റി സോണിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ഇവിടുന്ന് ഒരു സ്വീപ്പ് കിട്ടി, നമുക്കൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇൻട്രാഡേ റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും താഴത്തേക്ക് നമുക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. ഇൻ കേസ് അതിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്നായാലും നമുക്ക് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് തന്നെയായിരിക്കും ട്രേഡ് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇവിടുന്ന് റിവേഴ്സൽ കിട്ടണവരെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. നമുക്ക് റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. മീൻവൈൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൈമൻസിൽ നമുക്കൊരു ട്രേഡ് നമുക്കിവിടെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഒരു സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് സൈമൻസ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് താഴത്തേക്ക് ഒരു ട്രേഡാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത്. നമുക്കൊരു 5 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു 1 മിനിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു ബി ഒ എസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ചെറിയൊരു സ്റ്റോപ്പ് ലോസിൽ നമുക്കിവിടെ നിന്നൊരു ട്രേഡ് എടുക്കാം.
അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നത് ആ റെഡ് ക്യാൻഡലിൻ്റെ തൊട്ട് മുകളിലായിട്ട്. ഇൻ കേസ് അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നേരെ റിവേഴ്സ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവിടെ ഒരു ഏരിയയിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചത്. ടാർഗറ്റായിട്ട് നമ്മൾ എപ്പോഴും വയ്ക്കാറുള്ള പോലെ 1:3 ടാർഗറ്റ് നമുക്ക് വയ്ക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഉള്ളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത ട്രേഡ് എന്ന് പറയുന്നത് 3200 പുട്ടാണ്. ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഓൾമോസ്റ്റ് 10 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മളെ മോർണിംഗ് സെക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഗ്യാപ്പിൽ വന്നിട്ടാണ് നമുക്കൊരു റിവേഴ്സൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്കൊരു സഡൻ ഒരു റിവേഴ്സൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് താഴത്തേക്ക് നമുക്കൊരു ട്രേഡ് നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മൾ ടെലിഗ്രാം ചാനലിൽ കൊടുത്ത ട്രേഡ് എന്ന് പറയുന്നത് 25,050 പുട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ഒരു FEG ഏരിയയിലേക്ക് നമുക്ക് വരുന്നുണ്ട്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റിൻ്റെ മെയിനായിട്ട് വരുന്ന ആ ഗ്യാപ്പ്, നമ്മുടെ ആ ഫസ്റ്റ് റെഡ് ക്യാൻഡിലും തേർഡ് റെഡ് ക്യാൻഡിലിൻ്റെയും ആ ഗ്യാപ്പാണ് നമ്മൾ FEG ആയിട്ട് നമ്മൾ എടുക്കുന്നത്. നമ്മളെ തൊട്ട് മുകളിൽ കാണുന്ന ആ റെഡ് ക്യാൻഡിലാണ് ആ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് നമുക്ക് ഓർഡർ ബ്ലോക്ക് ആയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു ലോ നമുക്ക് പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ആ ലോയെ നമുക്കിവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഒരു വിക്ക് വെച്ച ബ്രേക്ക് ചെയ്ത് തന്നാലും നല്ലൊരു ഡിസ്പ്ലേസ്മെൻറ്റ് മൂവ്മെൻറ്റ് നമുക്ക് കാണാവുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലും എൻഡ് എടുക്കാം. അത് നമ്മൾക്ക് ഇവിടെ FEG നമുക്ക് മാർക്ക് ചെയ്യാം. നമ്മുടെ FEGയിൽ ഇപ്പോൾ ഓൾറെഡി ടാപ്പ് ചെയ്തിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് വരുന്നത് ആ തൊട്ട് മുകളിലുള്ള ആ ഓർഡർ ബ്ലോക്കിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് തന്നെ നമുക്ക് വരുന്നുള്ളൂ. എന്തായാലും ഓൾമോസ്റ്റ് ഒരു 10 പോയിൻറ്റ്സ് മാക്സിമം സ്റ്റോപ്പ് ലോസ് വരുന്നുള്ളൂ. എന്തായാലും ഓപ്ഷൻസിലായാലും 10 പോയിൻറ്റ്സ് മാക്സിമം 750 റുപ്പീസാണ് മാക്സിമം റിസ്ക് ഒരു ലോട്ടിൽ വരുന്നുള്ളൂ. ടാർഗറ്റായിട്ട് നമുക്കൊരു 1:5 വേണമെങ്കിൽ വയ്ക്കാം. അല്ലെങ്കിൽ നമുക്ക് ആയം തന്നെ ഇപ്പോൾ ഓൾറെഡി നല്ലൊരു ബുള്ളിഷ് മാർക്കറ്റാണല്ലോ. അപ്പോൾ എന്തായാലും 1:3 നമുക്ക് ടാർഗറ്റ് വയ്ക്കാം. ഇവിടെ ഓൾറെഡി ഒരു മുമ്പത്തെ ഒരു ലിക്വിഡിറ്റി സോൺ നമുക്കിവിടെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഒരു 1:3 ടാർഗറ്റിൽ നമുക്ക് നോക്കാം. എന്നിട്ട് എങ്ങനെയുണ്ട് മാർക്കറ്റിൻ്റെ ഒരു അവസ്ഥ നോക്കിയിട്ട് നമുക്കത് കയറ്റി നമുക്ക് ഒരു 1:5 വരെ ടാർഗറ്റ് വയ്ക്കാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ എന്തെല്ലാം അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 10:54 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ടാർഗറ്റ് ഓൾമോസ്റ്റ് ഹിറ്റായിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1:3 ടാർഗറ്റ് നമ്മുടെ 1:3 ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ലിക്വിഡിറ്റി ഏരിയയുടെ ആ സപ്പോർട്ടിൻ്റെ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇങ്ങനത്തെ ഒരു നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1:5 ടാർഗറ്റിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാവുന്ന ഒരു പൊസിഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും 1:3 ടാർഗറ്റ് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 25 പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻസിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇനി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നാളെ താഴത്തേക്ക് നല്ലൊരു ഇപ്പോൾ ഈ ഒരു ലിക്വിഡിറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഈ സപ്പോർട്ട് ഫോളോ ചെയ്ത് നല്ലൊരു ഫോളിലേക്കുള്ള ചാൻസ് കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു 1:5 ടാർഗറ്റും കൂടിയും ഇതിൽ നിന്ന് കിട്ടുമില്ലെന്ന് എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ടൈം 11:33 കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 1:5 ടാർഗറ്റും കൂടി നമുക്ക് ഹിറ്റാവില്ല എന്നുള്ളത് നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് ഒരു ചാനലായിട്ടാണ് നമുക്ക് ഒരു ഫാളിങ് ചാനലായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു ലോസൊക്കെ കൂടി നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തുകൊണ്ടാണ്. എപ്പോഴാണ് ഈ ട്രെൻഡ് ലൈൻ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കൂടുതലൊരു ഫാള് താഴത്തേക്കും മുകളിലേക്ക് നമുക്ക് ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നൊരു ട്രെയിൽ എക്സൽ വെച്ചിട്ട് എക്സിറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് തന്നെ താഴത്തേക്ക് ഇനിയും താഴെ പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഒരു ഹ്യൂജ് ഗ്യാപ്പ് അപ്പ് വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഈ ഒരു ചാനൽ തന്നെ ഫോളോ ചെയ്ത് നമ്മുടെ ടാർഗറ്റിലേക്ക് മൂവ് ചെയ്യില്ല എന്നെന്തായാലും നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 11:57 കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ സൈമൺസ് നമ്മുടെ മോർണിംഗ് സെക്ഷനിൽ എടുത്ത ട്രേഡും ഓൾമോസ്റ്റ് ഒരു 60% ടാർഗറ്റ് മൂവ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 2500 ഓപ്ഷൻസിൽ കിട്ടുന്ന രീതിയിൽ ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയും താഴേക്ക് മൂവ്മെൻറ്റിനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇവിടെ നമുക്കൊരു ഫ്രഷ് ആയിട്ടുള്ള ആ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടൊരു BOIസും കൂടി നമുക്കിവിടെ മാർക്ക് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇൻ കേസ് കൂടുതൽ താഴത്തേക്ക് പോകാൻ തന്നെയാണ് ചാൻസ് കൂടുതൽ. ഇൻ കേസ് ഇവിടെ നിന്നൊരു റിവേഴ്സൽ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കോസ്റ്റ് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഇപ്പോൾ ടൈം 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ 1:5 ടാർഗറ്റും ഹിറ്റായിരിക്കുകയാണ്. വളരെ നല്ലൊരു ട്രേഡായിരുന്നു. നമ്മുടെ ആ ട്രെൻഡ് ലൈൻ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക്
നമുക്ക് ഇവിടെ നിന്ന് മോർണിംഗ് സെഷനിൽ എടുത്ത ട്രേഡിൽ നിഫ്റ്റിയിൽ കിട്ടിയിട്ടുണ്ട്. ഓപ്ഷൻസിൽ നല്ലൊരു ഓൾമോസ്റ്റ് 45-50 പോയിൻറ്റ്സ് നമുക്ക് ഓപ്ഷൻസിലും മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഇത് ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ കൂടുതൽ താഴത്തേക്ക് വരും. എന്തായാലും നമുക്ക് ഒരു 1:5 ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഇന്നത്തെ ട്രേഡ് അവസാനിപ്പിക്കാം നിഫ്റ്റിയിലുള്ളത്. എന്തായാലും ഒരു സൈമൺസ് കൂടി നമുക്കൊരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ബെയറിഷ് തന്നെയാണ്. നമുക്ക് ടാർഗറ്റിലേക്ക് കുറച്ചും കൂടി സെക്കൻഡ് ടാർഗറ്റ് കൂടിയും ഹിറ്റ് ആവാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഇന്നത്തെ നിഫ്റ്റി ട്രേഡ് ഇന്ന് ഇത്രേ ഉള്ളൂ. എന്തായാലും സിമൻസ് കൂടിയും ടാർഗറ്റ് ഹിറ്റാവില്ല എന്ന് എന്തായാലും ഞാൻ എന്തായാലും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ടൈം 3:14 കഴിഞ്ഞിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 90% ടാർഗറ്റും സൈമൻസിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തിരുന്ന ട്രേഡ് എന്ന് പറയുന്നത് 3200 പുട്ടാണ്. ഓൾമോസ്റ്റ് ഒരു 25 പോയിൻറ്റ്സ് അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3500 റേഞ്ചിൽ നമുക്ക് എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ ടെലിഗ്രാം ചാനലിലും കൊടുത്ത ട്രേഡ് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നല്ല ട്രേഡുകൾ നമുക്ക് 2 ട്രേഡ് നമുക്ക് ടാർഗറ്റ് കിട്ടിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ 1:3ഉം 1:5ഉം പിന്നെ സിമൻസിൻ്റെ ഒരു ഓൾമോസ്റ്റ് ഒരു 90% നമുക്ക് എന്തായാലും ക്ലോസ് ചെയ്യാം. ഓൾമോസ്റ്റ് ടൈം കഴിഞ്ഞു. എന്തായാലും ഇനി ഇതിൽ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോസ് ലഭിക്കാനും നിങ്ങളെന്തായാലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തുകൊള്ളുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ ബൈ.